എന്താ പാർവതിക്കുട്ടിക്ക് ഒരു ക്ഷീണം മാതിരി? ഒന്നുമില്ല. കേട്ടോ ശശി, ഈ കുടുംബത്തോട് മറ്റെങ്ങും ഇല്ലാത്തൊരു പ്രത്യേക താല്പര്യം എനിക്കുണ്ട്. അത് പിന്നെ ചേട്ടൻ പ്രത്യേകിച്ച് പറയണോ? എന്താ അതിന്റെ കാര്യം? ചേർച്ച, യോജിപ്പ്, ഇത് രണ്ടും ചേർന്നുണ്ടാകുന്നതാ ഐശ്വര്യം. അപ്പോ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു അവസരം എവിടെയെങ്കിലും കേട്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എവിടെ എന്ത് അവസരം കേട്ടെന്നാ ചേട്ടൻ പറയുന്നേ? നിങ്ങളും വർമ്മസാറിന്റെ കുടുംബവും തമ്മിലുള്ള ഐക്യം കാണുമ്പോ എനിക്ക് തന്നെ അസൂയ തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണോ? നാട്ടുകാർക്ക് എന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊക്കെ ലോകപരിചയം കുറവാ. ഈ തുറന്ന മനസ്സ് എല്ലാ കാര്യത്തിലും വെച്ചു പുലർത്താൻ പാടില്ല. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവൂ. നിങ്ങൾ ഈ ഭാര്യയും ഭർത്താവും വർമ്മയുടെ കാറിലുള്ള പോക്ക് ഒരു ആദ്യം നിർത്ത. അതെന്തിനാ? കാര്യം വർമ്മ ആൾ വയസ്സനാണെങ്കിലും ഇന്നും വേഷം കെട്ടി ഇറങ്ങിയ മോശം പറയാമെന്ന് വിചാരിക്കരുത്. ശശിയെക്കാളും ചെറുപ്പ. അങ്ങനെ ഒരാളുടെ കൂടെ ശശിയും ഭാര്യയും ദിവസവും അയാളുടെ കാറിൽ പോവുക, നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ഇറങ്ങുക, അവിടെ നിന്ന് പാർവതി വർമ്മയുടെ കൂടെ കാറിൽ ഒറ്റയ്ക്ക് പോവുക, അവിടെയാണ് കല്ലുകടി. അതിലെന്തെങ്കിലും തെറ്റായിട്ട് ധരിക്കുമോ ആളുകള്? നമ്മുടെ വീടിനെ കുറിച്ച് ആളുകൾ എന്ത് പറയുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. എനിക്കതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാ ഞാൻ പറയണേ. നമ്മിൽ ഉയർന്ന ആളുകളുമായി ഒരു കൈ അകലത്തിൽ നിൽക്കണം. അതാണ് എപ്പോഴും നല്ലത്. പിണങ്ങാനും വഴക്കുണ്ടാക്കാനും വേണ്ടി പറയല്ല. ആളുകൾ കുശിക്കുന്നിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നല്ലതാ. കാലം വല്ലാത്തതാണേ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ പോണു. പാർവയോട് പറഞ്ഞാ മതി. ശശിയേട്ടാ, ദേ വർമ്മ സാർ വന്നു. വേഗം ഇറങ്ങൂ. വാ, ബട്ടൺസ് പോയി. ബട്ടൺസ് എന്തോന്ന്? ഷർട്ടിന്റെ ബട്ടൺസ് പോയെന്ന്. ഇങ്ങോട്ട് വാ. എവിടെ പോയി? ഷർട്ടിന്റെ ബട്ടൺസ് പോയി. തുന്നിത്താ. വേറെ ഷർട്ട് മാറ്റിയിട്ട് പിന്നെ നിങ്ങൾ നേരമില്ല. വർമ്മ സാർ, ഭർത്താവിന്റെ ബട്ടൺ പോയാൽ ഭാര്യ തുന്നി തരണം. സിനിമയിലൊക്കെ അങ്ങനെയാ. സിനിമ കുന്തവാ മനുഷ്യനെ മെനക്കെടുത്താൻ. ഇതിനാ കാശ് മുടക്കി സിനിമ കാണിക്കുന്നത്. പോയി പോയി, ബട്ടൺസ് പോയി, താഴെ പോയി. ഒന്ന് നോക്കി, ഒന്ന് നോക്കി. കട്ടിലല്ലേ ഇവിടെ നോക്കി. ഇവിടെ ഇല്ല. ഒന്ന് നോക്കി എടുക്ക, അല്ലാതെ ഇപ്പൊ. അയ്യോ, വർമ്മ സാർ വെയിറ്റ് ചെയ്യുന്നു. പിടിക്കാൻ. ശശിയേട്ട ഒരു കാര്യം ചെയ്യും. ബട്ടണൊക്കെ തപ്പിയെടുത്ത് തുന്നിയിട്ട് പതുക്കെ വന്നാ മതി. എനിക്ക് എന്റെ ചീത്തയാക്കാൻ ഒക്കില്ല. അയ്യോ, ബട്ടൺസ് കിട്ടി. ബട്ടൺസ് കിട്ടി. ബട്ടൺസ് കിട്ടിയെന്ന്. സൂചിനില അവിടെ ഉണ്ട്. ശശിയേട്ടന് വൈകിയാൽ എന്താ? സർക്കാർ ഓഫീസല്ലേ? ഞാൻ പോകുന്നു. എന്താ ശശി? അങ്ങനെ ബട്ടൺ പോയത്രേ. ബട്ടൺ പോകാൻ പറ്റിയൊരു നേരം. നമുക്ക് പോവാം. ഇതെന്താ ഇന്ന് ഒറ്റയ്ക്കൊരു പോക്ക്? ശശി ലീവായിരിക്കും. ഈ പോക്കത്ര ശരിയല്ലാന്ന് ഞാൻ പറഞ്ഞാൽ സുഭദ്ര കുഞ്ഞമ്മയ്ക്ക് പിടിക്കില്ല. എന്ന് വെച്ച് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? നാട്ടുകാരെന്തൊക്കെയാ കുശൂഷിക്കണേ. മിസ്റ്റർ ജയൻ. യെസ് സർ. സ്പോർട്സിലും മറ്റും താല്പര്യം കാണിക്കുന്നവരെ എനിക്കിഷ്ടമല്ലെന്ന് ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? സ്പോർട്സോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സർ. ഇന്നലെ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിൽ കിടന്ന് ചാടുന്നത് ഞാൻ കണ്ടല്ലോ. ഒന്നും വിളിക്കണ്ട. ഞാനോ? അച്ഛൻ അസുഖമാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്കതെങ്ങനെ സാധിച്ചു? ഓ, ഇപ്പോൾ സാർ പറയുന്നതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിൽ സാർ എന്നെ കണ്ടെങ്കിൽ ഞാൻ ഒരു സത്യം പറയാം സാർ. ഒരു നഗ്ന സത്യം ഞാൻ പറയാം സാർ. അത് എന്റെ അനിയനാണ് സാർ.
അതെ സർ, ഞങ്ങളുടെ കുടുംബത്തിന് അവനൊരു തലവേദനയാണ്. എന്നെ പോലെയല്ല, സ്പോർട്സും നൃത്തവും ഒക്കെ അവന്റെ ഇഷ്ടവിനോദങ്ങളാണ്. അപ്പോൾ സത്യമായിട്ട് നിങ്ങളല്ലേ? നിങ്ങൾ തമ്മിൽ കാഴ്ചയ്ക്ക് ഒരു വ്യത്യാസമില്ലല്ലോ. ഉണ്ട് സർ, കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട് സർ. അവന് മീശയില്ല. സാറ് ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയില്ല. അവൻ ചെയ്യുന്ന പല ബഹളങ്ങളും ഇതുപോലെ എന്നിൽ ആരോപിക്കപ്പെടാറുണ്ട് സർ. അച്ഛൻ അയാൾ ഉപദേശിക്കാറില്ലേ? അമ്മയായിരുന്നു അവന്റെ എല്ലാം. അമ്മ പോയതിനു ശേഷം സാരമില്ല. അപ്പൊ ഈ അനിയൻ എന്ത് ജോലി ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല സർ. അയാൾ വലിയ നൃത്തക്കാരനാണല്ലേ? അതെ. ഞാൻ കണ്ടു. ഒരു കാര്യം ചെയ്യും, അവനെ നന്നാക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ വീട്ടിൽ വന്ന് എന്നെ ഒന്ന് കാണാൻ പറയും. വേണ്ട സാർ, അത് സാറിനൊരു തലവേദന ആയിരിക്കും. മിസ്റ്റർ ജയൻ, ഒരാളെ അങ്ങനെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല. ജയന്റെ അനിയനെ നേർവഴിക്ക് നയിക്കണം. എന്റെ മകളെ അവൻ നൃത്തം പഠിപ്പിക്കട്ടെ. അയ്യോ, എന്താ, എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല സാർ. അത് വേണോ സാർ? വേണം. ഈ കാര്യത്തിൽ ജയൻ നിർബന്ധം പിടിക്കരുത്. സാറിന്റെ ആഗ്രഹം അതാണെങ്കിൽ മകളെ ഞാൻ അനിയൻ നൃത്തം പഠിപ്പിക്കട്ടെ. പിന്നെ ജയന്റെ അച്ഛനെയും എനിക്കൊന്ന് കാണണം. എന്റെ വിശ്വസ്തനായ അക്കൗണ്ടന്റിന്റെ രോഗിയായ അച്ഛനെ, പ്രത്യേകിച്ചും ഒരു മഹാനായ അച്ഛനെ ഞാനൊന്ന് കണ്ടിരിക്കേണ്ടതാണ്. ഇവിടെ ഒരു അക്കൗണ്ടിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് ശരിയാ. പക്ഷേ കുട്ടമ്പിള്ളയ്ക്ക് അറിയാമോ, ഒരാള് സൽസ്വഭാവിയാണെന്ന് തോന്നിയാലേ അങ്ങേര് ജോലിക്കെടുക്കും. സിഗരറ്റ് വലിക്കാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല. ഇക്കാലത്ത് ഇങ്ങനെ ഒരാളെ കിട്ടുന്ന വിഷമല്ലേ? എന്റെ മകനായതുകൊണ്ട് പറയല്ല, ഒരു സത്യം പറയാം. സിഗരറ്റ് വലിക്കില്ല, കള്ളുകുടിക്കില്ല. ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മുഖത്ത് നോക്കി ഖമാന്നൊരു അക്ഷരം പറയില്ല. അത്രയ്ക്ക് അനുസരണമുള്ളവനാ. ഇതിനെല്ലാം പുറമെ അവനൊരു ജീനിയസാ. എന്താണ്? സുഭദ്രമ്യ അവനൊരു ജീനിയസ് ആണെന്ന്. എന്നാ പിന്നെ കുട്ടമ്പിള്ളയ്ക്ക് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞാ പോരെ മോനൊരു ജോലി കൊടുക്കാൻ? അവിടെയാണ് കുഴപ്പം. ഇവിടെ ജോലി കിട്ടാൻ അവനൊരു യോഗ്യത കുറവുണ്ട്. എന്താ അത്? വർമ്മ സാറിന് അവനെ അറിയാം, അവന് വർമ്മ സാറിനെയും അറിയാം. എന്ന് പറഞ്ഞാൽ വർമ്മ സാറിന്റെയും പാർവതിയുടെയും ചില ചുറ്റിക്കളികള് എന്റെ മോനറിയാം. അത് എന്റെ മോനറിയാവുന്നത് വർമ്മ സാറിനും അറിയാം. അതുകൊണ്ടാ അവനിവിടെ അടുപ്പിക്കാത്ത. അവനൊരു ജീനിയസ് ആണ്. ഓഹോ, അങ്ങനെയൊക്കെ കാര്യങ്ങളുടെ കിടപ്പല്ലേ? ശരി, കുട്ടമ്പിള്ള പൊയ്ക്കോ. എന്നെ കൊണ്ട് കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ കുട്ടമ്പിള്ളയുടെ മോന് നിങ്ങൾക്കൊരു ജോലി കൊടുത്താൽ എന്താ? ഒന്നുമില്ലെങ്കിലും അവനൊരു ജീനിയസ് അല്ലേ? എന്നോട് ആരാ പറഞ്ഞത്? എനിക്കറിയാം. നിങ്ങൾക്ക് അവനൊരു ജോലി കൊടുത്താൽ എന്താ? അത് ശരിയാവില്ല. എന്താ ശരിയാവാത്ത? എന്താന്ന് വെച്ചാൽ ശരിയാകാത്തോണ്ട് തന്നെ. എന്താ ശരിയാവാത്തെന്ന് എനിക്കറിയാം. അവനെപ്പോലെ ഒരുത്തരും ഇവിടെ ഉണ്ടെങ്കിലേ നിങ്ങളുടെ പുറത്തുള്ള ന്യൂസ് മുഴുവനും ഞാൻ അറിയും. പിന്നെ ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിക്കരുത്. എനിക്കൊന്ന് പറയാനുണ്ട്. നമ്മുടെ അപ്പുറത്തുള്ളവരുമായിട്ട് അത്ര വലിയ അടുപ്പമൊന്നും വേണ്ട. അതെന്താ നിനക്ക് പെട്ടെന്ന് തോന്നാൻ? നാട്ടുകാർ പറഞ്ഞു തുടങ്ങി. പിന്നെ നിങ്ങൾ അപ്പുറത്തുള്ളവരെയും കൂട്ടി കാറിലുള്ള ചുറ്റിലുണ്ടല്ലോ, എനിക്കത്ര പിടിക്കുന്നില്ല. നിങ്ങൾ അമ്പലത്തിലേക്ക് വരുന്നില്ലേ? ഇല്ല, കുറച്ച് ജോലിയുണ്ട്. ഞാൻ പോട്ടെ. പെണ്ണുങ്ങൾക്ക് ഭക്തി കൂടുന്നത് ഒന്ന് സൂക്ഷിക്കണം. അമ്പലത്തിൽ പോവാ വരിക, പോവാ വരിക, ഇതൊക്കെ ഒരു ചുറ്റിക്കളിയാ. താൻ ഇതുവരെ ഏതെങ്കിലും ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? വീട്ടിൽ കറണ്ട് പോയി, ഒന്ന് നോക്കോ? ഫ്യൂസ് പോയതായിരിക്കും. താൻ പോയി നോക്കിട്ടോ. എനിക്ക് ഈ കുന്ത്രാണ്ടത്തിന്റെ പണിയൊന്നും അറിയില്ല. തനിക്കറിയാവുന്ന ഒരേ ഒരു പണിയേ ഉള്ളൂ, പരദൂഷണം. വാ. നിങ്ങൾ പോയി കെട്ടിയിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം. എന്തൊക്കെ കുഴപ്പങ്ങളാ ഉണ്ടാവാൻ പോണേന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എല്ലാം പഴയ ദ്രവിച്ചു തുടങ്ങിയതല്ലേ. എന്താ തിരക്ക്? ദീപാരായണ ഇങ്ങനെയുണ്ട് ഒരാൾക്കൂട്ടം.
എനിക്കും വെള്ളിയാഴ്ച തീർപ്പം തൊഴിലാ കൊള്ളാമെന്നുണ്ട്. അതെങ്ങനെ ആഫീസ് ഇറങ്ങുമ്പോൾ ഒരു സമയമാവും. എന്താ വിളിച്ചിട്ടാ പുറത്തു കുത്തിയിരിക്കുന്നത്? കറണ്ട് പോയെന്നോ ഫീസ് പോയെന്നോ? ഫ്യൂസ് പോയോ? എന്നാ പിന്നെ കെട്ടിക്കൊടുക്കാറുന്നില്ലേ? അങ്ങനെയെങ്കിലും ഒരു ഉപകാരം നാട്ടുകാർ നിങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഒക്കെ പറഞ്ഞതാ, പക്ഷെ എന്നെ വിശ്വാസമില്ല അത്രേ. അതെന്താ? പ്രായമായതുകൊണ്ട് കണ്ണ് പറ്റില്ല അത്രേ. അത് വലിയ ശരിയല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷെ പ്രായം കൊണ്ട് വലിയ വ്യത്യാസമില്ലാത്ത ഒരാൾ തന്നെയാ അകത്ത് ഇപ്പൊ പീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാരാ? വർമ്മ സാറേ. അങ്ങോർക്കായിരിക്കും കൂടുതൽ പരിചയം. ആയിക്കോട്ടെ, വിരോധമില്ല. ഫ്യൂസ് കെട്ടിയെന്നുള്ള ഫീസ് ഇങ്ങതാ അങ്ങോട്ട് കൊടുത്തേച്ചേക്കാം. അമ്പലത്തിൽ വരാൻ മാത്രം സമയമില്ല. കേൾക്കുന്നില്ലേ? ഇല്ല. പ്രസാദം തുടങ്ങില്ലേ? അല്ലെങ്കിൽ വേണ്ട, ഒന്ന് കുളിച്ചിട്ട് തൊടാം. അതാ നല്ലത്. ഇന്നെന്താ പതിവില്ലാതെ സന്ധ്യയ്ക്ക് ഒരു കുളി? അമ്പലത്തിൽ പ്രസാദമല്ലേ, ഒന്ന് ശുദ്ധിയാകാമെന്ന് കരുതി. ശുദ്ധിയാകേണ്ടി വരും. ആകപ്പാടെ വിയർത്തു. പിന്നെ ഭക്തി എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഉള്ളിലുള്ളതല്ലേ? ശരിയാ, പക്ഷെ മനസ്സ് ശുദ്ധിയില്ലെങ്കിലേ കുളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അല്ലേ, കുളിക്കണമെന്നില്ല, ഒന്ന് കൈയും കാലം കഴിയാലും മതി. കൂടുതൽ ഭക്തി കാണിക്കുന്നത് കള്ളന്മാരുടെ ലക്ഷണമാണെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടുള്ളതല്ല, ശരിയാ. അതുകൊണ്ടാ കുളിച്ചിട്ട് തന്നെ പ്രസാദം തൊട്ടാൽ മതി എന്ന് പറഞ്ഞത്. എന്നാലും എന്നെ കള്ളനാക്കുണ്ടായിരുന്നു. ആക്കിയതല്ല, ആയതല്ലേ. നീ എന്താ ഒരുമാതിരി അവിടെയും ഇവിടെയും തൊടാതെ സംസാരിക്കുന്നത്? ഇപ്പൊ പഴയതുപോലെ കാഴ്ചക്കുറവൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്താ? കണ്ണാടി വെച്ച് 4 അക്ഷരം വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് ഇരുട്ടത്ത് ഫ്യൂസ് കിട്ടാൻ ഒരു കുഴപ്പമില്ല. ഓ, അത് ശരി. എനിക്കെന്തോ ഇപ്പൊ കുറച്ചുകൂടി ചെറുപ്പമായി എടുത്തു തോന്നൽ. തോന്നും. അല്ലെങ്കിലും ഇപ്പൊ പലതിനും ഉത്സാഹം കുറച്ച് കൂടുതലാ. കൂടി നാട്ടുകാരെയും വീട്ടുകാരെയും മറക്കരുത്. അയ്യട, ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നില്ലേ പണ്ട് ജോലി ഫ്യൂസ് കെട്ടാൻ? ഇനി ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മളല്ലേ പോയി സഹായിക്കേണ്ടത്? സ്വന്തം വീട്ടിൽ കറണ്ട് പോയാൽ ഫ്യൂസ് കെട്ടാൻ വല്ലവരെയും വിളിക്കണം. പക്ഷെ അയൽക്കാരെ സഹായിക്കാൻ എന്തൊരു ഉത്സാഹമാ. ഇനി വീട്ടിലെ പോലെ പുറത്ത് കാണിക്കാൻ പറ്റുമോ? ഇല്ല. ദേ, എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് വിചാരിക്കും. എന്ത് മനസ്സിലാവുന്നില്ല എന്ന്? മനസ്സിലായില്ല അല്ലേ? ഇല്ല, മനസ്സിലായില്ല. പക്ഷെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ചേട്ടാ, ഇതൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഇപ്പൊ കഷ്ടമാണെന്ന് മാത്രമല്ല, അതിനപ്പുറം തോന്നും. ചെറുപ്പായി വരികയല്ലേ. ദേ, ഞാനൊന്ന് പറഞ്ഞേക്കാം, ഇതൊന്നും അത്ര നല്ലതിനല്ല. എന്താ പാർവതി, ഇന്ന് ഓഫീസ് നേരത്തെ വിട്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ നേരത്തെ ഇറങ്ങിയതാണ്. അത് പറയാനും ഞാൻ വന്നത്. ഞാൻ പോണു, ശശിയേട്ടൻ കാത്തു നിൽക്കും. ഞങ്ങൾക്കല്പം ഷോപ്പിംഗ് ഉണ്ട്. ഞാനും ഇന്നല്പം നേരത്തെ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. പാർവതി വരും, ഞാൻ ശശിയുടെ ഓഫീസിൽ വിട്ടേക്കാം. ആട്ടെ. ലിഫ്റ്റ് സ്റ്റക്കായെന്നാ തോന്നുന്നത്. ഹലോ, ഇവിടെ ആരുമില്ലേ? ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കറണ്ട് വരട്ടെ. എന്തൊരു ചൂടപ്പ. കണ്ണാടി പിടിച്ചു. അയ്യോ, ഭയങ്കര ചൂട്. സമയം ഒരുപാടായി. ശശി പോയിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ശരിക്കും വഴക്ക് കിട്ടും. പേടിക്കണ്ട, ഞാൻ ശശിയോട് പറഞ്ഞോളാം. എന്തുപറ്റി? ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച മാതിരിയായി. ടയർ പഞ്ചറായി.
ആരാണ് കണിയേണ്ടത്? അല്ല പിയൂൺ സാറേ, നമ്മുടെ പെണ്ണുമ്പിള ഇറങ്ങില്ലേ? പുള്ളിക്കാരെ 5 മണിക്ക് മുമ്പേ പോയല്ലോ. ഓ ആ പാർവതി, പാർവതി, ശശി എപ്പോ എത്തി? ഇപ്പോഴത്തേ ഉള്ളൂ. ശരി. എന്താ ഇത്രയും താമസിച്ചോ? ലിഫ്റ്റ് ഇവിടെ ഈ വീല് പഞ്ചറായി എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ സംശയം കൂടും. ഞാൻ ആ വക്കീലിന്റെ വീട്ടിലായിരുന്നു. ഏത് വക്കീല്? നമ്മുടെ ശങ്കരപ്പിള്ള വക്കീലേ. ഞങ്ങൾ കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്ന് അല്പം വൈകിപ്പോയി. ഇത്രയും നേരം? ഒന്നും പറയണ്ട. ആ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയൊരു പിണക്കം. പിന്നെ ഞാനിവിടെ വക്കീലായി കേസ് ഒതുക്കി തീർത്തു. ആര്? വക്കീല്? നമ്മുടെ വക്കീല് അല്ല, വക്കീലിന്റെ പ്രേതം. ഞാനാ 4000ന്റെ കേസ് 4000 കൊണ്ടുപോയി തുലക്കിട്ടോ. തന്നോട് ആരാ പണ്ടവിടെ ഇങ്ങോട്ട് കിട്ടിയില്ല? അല്ല, ഞാൻ ഇറങ്ങിപ്പോടോ. എടോ ഇറങ്ങി പോകാൻ. ഇവിടെ പോകാനാ പറഞ്ഞത്. ആകപ്പാടെ കുഴപ്പമായല്ലോ ഈശ്വര. ചായ ചായ ചായ. നിന്നോട് ഞാൻ എവിടെ വരാനാ പറഞ്ഞത്? ഓഫീസിൽ. ആരുടെ ഓഫീസിൽ? ശശിയേട്ടന്റെ ഓഫീസിൽ. എന്നിട്ട് നീ വന്നോ? ഇല്ല. എന്താ വരായിരുന്നത്? ലിഫ്റ്റ് സ്റ്റക്കായി. ലിഫ്റ്റ് നീ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ? അല്ല. വേറെ ഒരുപാട് പേരുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ഞാനും വർമ്മ സാറും. ഈ വർമ്മ സാർ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ നിന്നെ ഓഫീസിൽ നിന്ന് വരുള്ളൂ? എന്താ ശശിയേട്ട ഇങ്ങനെ പറയുന്നത്? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? പിന്നെ എപ്പോഴാ ലിഫ്റ്റ് ശരിയായത്? 1 മണിക്കൂർ എടുത്തു. അപ്പൊ 1 മണിക്കൂർ നേരം നീയും വർമ്മ സാർ മാത്രം ലിഫ്റ്റില് അല്ലേ? 1 മണിക്കൂർ എന്ന് പറയുമ്പോ 6 മണി. 6 മണിക്ക് ഞാനിവിടെ വന്നപ്പോ നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ? ഞാൻ വീട്ടിലേക്ക് പോന്നു. നടന്നു വന്ന ഞാനിവിടെ എത്തിയിട്ടും കാറിൽ വന്ന നിങ്ങൾക്ക് എന്താ താമസം? വഴിയിൽ വീല് പഞ്ചറായി. ആരുടെ വീല്? കാറിന്റെ വീല്. അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക. നിനക്ക് ഈ കാറിൽ എഴുതുള്ളത് നടന്നു വരാൻ പറ്റൂലേ? കാലിലെന്താ അമ്പ് കിട്ടിയിട്ടിരിക്കുക? ഓ, തന്തയും തള്ളയും പുന്നാര മോളെ കാറിലാണല്ലോ വളർത്തിയത്. യൂസ് കെട്ടലും പ്ലഗ് കുത്തലും ലിഫ്റ്റ് കുടുങ്ങലും വീല് പഞ്ചറായാലും എനിക്കിതത്ര പിടിക്കുന്നില്ല. അയാളുടെ ഒരു കാറ് മനുഷ്യന് സ്വസ്ഥത വരില്ല വെച്ചാൽ എന്താ ചെയ്യാ? ഓഹോ, അപ്പൊ പ്രശ്നം അങ്ങനെയാണല്ലേ? മോന് തന്നില്ല? ഉണ്ട്, മരിച്ചുപോയി. ഇപ്പല്ല? ഇല്ല. തന്നില്ലാത്തവന് നിനക്ക് ഞാൻ തന്തിയാവാം. അടുത്ത പ്രശ്നം മീശ, അതെടുത്ത് കളയാം. ക്ലീൻ ഷേവ്. അപ്പൊ ഞാൻ ഈ വേഷത്തിന് കളിക്കും? നമുക്ക് ഒട്ടി മീശ വെക്കാം. അകത്താവൂ? ചിലപ്പോ അകത്താവും. പേടിച്ച് വർമ്മയുടെ കൈകൊണ്ട് മയ്യത്താവുന്നതിനും ഭേദം അകത്താവുന്നതല്ലേ? എല്ലാം വേലോട്ടം ഇഷ്ടം. എന്നാ ശരി, ഇങ്ങോട്ട് കയറി.
മുടി കയറി ചിലപ്പോ മീശ എടുക്കുമ്പോ അല്പം സ്വല്പമൊക്കെ മുറിഞ്ഞു വരും, പേടിക്കാനൊന്നുമില്ല. പക്ഷെ മരുന്ന് വെച്ചാൽ അതുകൊണ്ട് വാങ്ങിക്കോളൂ. നീ വല്ലതും കേട്ടോ? ഓ, രാവിലെ എഴുതേണ്ട വായിന്ന് 2 വോട്ട്. അത് സാധാരണ കേൾക്കാറില്ലല്ലേ? അല്ല, ഞങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞു വല്ലതും കേട്ടോ? ഞാൻ ഒന്നും കേട്ടില്ലേ. എന്റെ ഭഗവാന്, രക്ഷപ്പെട്ടു. എന്നാ മീശ എടുക്കാൻ പോകുന്നു. റെഡി, 1 2 ഒന്നുമില്ലടേ, നെല്ല് എടുക്കുള്ളടേ.